ഇന്ന് നമ്മൾ ചെയ്യുന്നത് അരിപ്പൊടിയൊന്നും വാട്ടിയെടുക്കാതെ അരി അരച്ചുണ്ടാക്കാവുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്സ് പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമുക്കിപ്പോൾ കൂടുതലായിട്ടും റേഷൻ കടയിൽ നിന്ന് പച്ചരിയാണല്ലോ കിട്ടുന്നത്. ആ പച്ചരി നമ്മൾ കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുക്കുകയൊന്നും ചെയ്യാതെ നമ്മുടെ ആവശ്യത്തിനടുത്ത് ഓരോ കപ്പ് എടുത്ത് നമുക്ക് ഇതുപോലെ നല്ല അടിപൊളി നെയ്സ് പത്തിരി ഉണ്ടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നെയ്സ് പത്തിരി ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഈ ഒരു പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 മണിക്കൂർ നേരം കുതിർത്തെടുത്ത 1.5 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് പച്ചരി എടുത്ത് കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കുക. കാരണം നമുക്കിത് നല്ല നെയ്സായിട്ട് അരച്ചെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ കുതിർന്നാലേ തരിയൊന്നും ഇല്ലാതെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. നല്ലപോലെ കഴുകി ഊറ്റിയെടുത്ത് നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഊറ്റിയെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാരണം നമുക്കിത് കറക്റ്റായിട്ട് ഇതിലേക്ക് വെള്ളത്തിന് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. അപ്പോൾ അതുകൊണ്ട് ഊറ്റിയെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാനിതാ ഈ അരി മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. ചോറും കൂടെ ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് പത്തിരി കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. കണ്ടോ, ഇതിപ്പോൾ നല്ലപോലെ കട്ടയൊന്നുമില്ലാതെ തരിയൊന്നുമില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കടായിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, നോൺ സ്റ്റിക്ക് ആയിരിക്കും കൂടുതൽ നല്ലത്, അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കിട്ടണമെങ്കിൽ. ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് തിരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിന് അങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല കേട്ടോ. നമുക്കിതിനി കുറുക്കിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. അടിയിൽ പിടിച്ചാൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കണ്ടോ, ഏകദേശം ഒരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു മാവ് റെഡിയായിട്ട് കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓണാക്കി ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ചട്ടകത്തിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ മാവ് കട്ട പിടിച്ചിട്ടുണ്ടാവും. നിർത്താതെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കരിഞ്ഞ ടേസ്റ്റ് വന്നാൽ പിന്നെ നമ്മുടെ പത്തിരിയും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ മാവ് റെഡിയായിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, ഇതുപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊടിയൊക്കെ വാട്ടിയെടുക്കൂലേ, നമുക്കറിയാലോ ആ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ആ ഒരു പരുവത്തിലാവുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ മാവ് നമുക്ക് ചൂടോടെ തന്നെ വൃത്തിയാക്കിയ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് നല്ല പോലെ കുഴച്ചെടുക്കാം. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാവ് കുഴച്ചെടുക്കൂലേ, ആ ഒരു രീതിയിൽ തന്നെ ചൂടോടെ തന്നെ കുഴക്കുമ്പോൾ ഒരുപാട് സമയം കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കൈയൊന്ന് നനച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴക്കാം. അപ്പോൾ നമ്മളിത് പൊടി കുറുക്കിയെടുത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കണ്ടോ, ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തപ്പോൾ തന്നെ അടിയിലൊക്കെ കൗണ്ടർ ടോപ്പിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, സാധാരണ അരിപ്പൊടി പത്തിരിപ്പൊടി. നമുക്ക് പരത്തിയെടുക്കാനും കുറച്ച് പൊടി വേണം കേട്ടോ. പൊടി തീരെ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല, പൊടി വാട്ടിയെടുക്കാതെ ഉണ്ടാക്കാന്ന് കേട്ടോ ഞാൻ പറഞ്ഞ്. നമുക്ക് പരത്താനും എന്തായാലും അരിപ്പൊടി കുറച്ച് ആവശ്യമുണ്ട്. ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കാം. പിന്നെ അത് കുഴക്കുന്ന സമയത്ത് ചിലരൊക്കെ വെളിച്ചെണ്ണയൊക്കെ ചേർക്കുന്ന കണ്ടിട്ടുണ്ട്. എണ്ണയൊക്കെ ചേർത്താൽ പത്തിരിയൊക്കെ റെഡിയായി കഴിഞ്ഞാൽ അത് ഹാർഡായിട്ടായിട്ടോ ഉണ്ടാവുക, സോഫ്റ്റ്നെസ് ഒക്കെ പോവും. അപ്പോൾ അതുകൊണ്ട് എണ്ണ ചേർക്കാതെ വെള്ളത്തിൽ കൈ ഇങ്ങനെ മുക്കി കൊടുത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. വെള്ളം അധികമായി പോവും വേണ്ട. എന്നിട്ട് നല്ല പോലെ സോഫ്റ്റാക്കി എടുത്തിട്ട് നമുക്കിത് ഓരോന്നും ബോൾസാക്കി മാറ്റാം. കുറച്ച് പൊടി കയ്യിലാക്കിയിട്ട് എല്ലാം ഇതുപോലെ ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഒന്നങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പത്തിരി പ്രസ്സിലും കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ, എന്നാൽ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. പിന്നെ ഇങ്ങനെ കുറുക്കിയെടുത്ത മാവായതുകൊണ്ട് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പൊടി നന്നായിട്ട് ഇട്ടിട്ട് വേണം പരത്താനും പിന്നെ പത്തിരി പ്രസ്സിലിട്ട് പ്രസ് ചെയ്യാനൊക്കെ കേട്ടോ. പൊടി കുറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങൾ പത്തിരി പരത്താൻ കൂടുതലായിട്ട് ഇതുപോലുള്ള PVC പൈപ്പാണ് കേട്ടോ എടുക്കുക. നമ്മളടുത്ത് ഈ ചപ്പാത്തി പലകയുടെ കൂടെ കിട്ടിയ ചപ്പാത്തിക്കോലും വേറെയൊക്കെ പല സൈസിലുള്ളതുണ്ട്. പക്ഷെ എന്നാലും ഇതുകൊണ്ട് പരത്തുമ്പോൾ ഒന്നും കൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആട്ടോ. അപ്പോൾ എത്ര പേര് ഇങ്ങനെ പരത്താറുണ്ടെന്ന് ഒന്ന് പറയണേ, താഴെ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഇതാ പത്തിരിയുടെ പരത്തി എടുത്തിട്ടുണ്ട്. പിന്നെയൊക്കെ നമ്മൾ സാധാരണ പത്തിരി ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു നോൺ സ്റ്റിക്കിൻ്റെ തവ നല്ലപോലെ ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് പത്തിരി വെച്ച് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് ഒരു സൈഡ് നല്ലപോലെ ചൂടായിട്ട് മുകളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസ് വരുന്ന ഒരു സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടെ തിരിച്ചിടുമ്പോഴേക്കും നമ്മുടെ പത്തിരി നല്ലപോലെ പൊങ്ങി വരും കേട്ടോ. പൊങ്ങി വരുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചട്ടം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലപോലെ പൊങ്ങി വന്നോളും. നമ്മൾ സാധാരണ പത്തിരി ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതുപോലെ നല്ല പൊങ്ങി വന്ന് അടിപൊളിയായിട്ടുള്ള പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലൊരു പത്തിരി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. കൂടുതൽ വീഡിയോസിനായിട്ട് നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ എന്നാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്